ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ ആൻഡ് സെഡ് നൊട്ടേഷൻ അല്ലെങ്കിൽ ഇ ആൻഡ് സെഡ് നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ ഇത് വരുന്നത് എവിടെയാണ്? സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ പഠിക്കുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ കേസിലുള്ള ഒരു ഐസോമറിസം അല്ലെങ്കിൽ ഒരു നൊട്ടേഷൻ ആണ് ഇ ആൻഡ് സെഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? റൂൾസ് ആൻഡ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇ ആൻഡ് സെഡ് നൊട്ടേഷൻ എന്താണ്, അപ്പൊ എവിടെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഫോർ ജോമെട്രിക്കൽ ഐസോമേഴ്സ്. ഇപ്പൊ ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജോമെട്രിക്കൽ ഐസോമേഴ്സും ഉണ്ടാവുന്നത് ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ടാണ്. ഡബിൾ ബോണ്ടിന് എക്രോസ് ആയിട്ട് ഗ്രൂപ്പുകൾ വരുമ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഐസോമറസ് ഉണ്ടാവും. ഇതിന്റെ ഗ്രൂപ്പുകൾ പരസ്പരം റീഅറേഞ്ച്മെന്റ് ചെയ്തിട്ട്. അപ്പോൾ അതിന് രണ്ട് ഫോംസ് ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് സിസും ഒന്ന് ട്രാൻസും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, രണ്ട് കാർബൺ C1 C2. ഇതിൽ രണ്ടും ഒരേ സൈഡിലാണ് ഹൈഡ്രജൻ, അതുകൊണ്ട് ഇത് സിസ് ഫോമാണ്, നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഫോമിൽ രണ്ട് ഹൈഡ്രജൻ ഓപ്പോസിറ്റ് സൈഡാണ് ഡബിൾ ബോണ്ടിന്റെ. ഒരു ഗ്രൂപ്പ് മതി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ, ഹൈഡ്രജൻ മതി. അപ്പൊ ഇത് ട്രാൻസ് ആണെന്ന്, ഓപ്പോസിറ്റ് സൈഡ് സെയിം ഗ്രൂപ്പ് വരുമ്പോൾ ട്രാൻസ് ആണെന്ന് നമുക്കറിയാം. ഇത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജോമെട്രിക്കൽ ഐസോമർസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളിൽ C1 C2 ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ C1 ആയാലും C2 ആയാലും രണ്ടിനും എക്രോസ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ് ആണ് അല്ലെ, എല്ലാം ഡിഫറെന്റ് ആണ്. ഇങ്ങനെയുള്ള കേസിൽ സിസ് ട്രാൻസ് എന്ന് പറയുന്ന ഒരു ഐസോമറിസം അല്ലെങ്കിൽ സിസ് ട്രാൻസ് എന്ന് പറയുന്ന നൊട്ടേഷൻ പോസിബിൾ അല്ല. ആ കേസിലാണ് നമ്മൾ ഒരു പുതിയൊരു നൊട്ടേഷൻ കൊടുക്കുന്നത്, ഇ ആൻഡ് സെഡ്. ഇ ആൻഡ് സെഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇ എന്ന് പറയുന്നത് നമ്മളൊരു ജർമ്മൻ വേർഡ് വെച്ചിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്, എൻഗഗൺ അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. സെഡ് എന്ന് പറയുന്നത് സുസാമൻ അല്ലെങ്കിൽ ടുഗദർ, സെയിം എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ്. അതാണ് ഇ സെഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ മാത്രം വെച്ചിട്ട് പറഞ്ഞുതരാം. C1ലുള്ള രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ കമ്പയർ ചെയ്യും, C2ലുള്ള രണ്ട് ഗ്രൂപ്പിനെ നമ്മൾ കമ്പയർ ചെയ്യും. അതിന് പ്രയോറിറ്റി നമ്പർ, പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ ഏതിനാണോ കൂടുതൽ അതിന് പ്രയോറിറ്റി കൂടുതൽ, പ്രയോറിറ്റി നമ്പർ 1ഉം അറ്റോമിക് നമ്പർ കുറവായിട്ടുള്ള ആറ്റത്തിന് പ്രയോറിറ്റി നമ്പർ 2ഉം കൊടുക്കും. C2ലും നമ്മൾ സെയിം ആയിട്ട് അപ്ലൈ ചെയ്യും. അപ്പൊ ഇതൊരു ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് സൈഡിൽ എഴുതി വെക്കാം എക്സാമിന് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അറ്റോമിക് നമ്പർ താഴേക്ക് വരുമ്പോൾ കൂടുന്നു നമുക്കറിയാലോ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം റൂൾസിലേക്ക് പോയിട്ട് ഇതിലേക്ക് വരാം. എന്തായാലും നമ്മൾ ഈ ഒരു എക്സാമ്പിളാണ് ആദ്യം വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യം നമുക്ക് റൂൾസ് നോക്കാം. റൂൾസിൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെയിം ഈ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് അസൈൻ പ്രയോറിറ്റി നമ്പർ 1 or 2 to groups to each carbon atom of the double bond. ഓക്കെ, ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് വരുന്നത് ഗ്രൂപ്പുകൾക്ക് CC ഇതായിരുന്നു കോമ്പൗണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1, ഇത് 2. അപ്പൊ ഇതിന് അക്രോസ് ആയിട്ട് ആദ്യം 1ന് അക്രോസ് ആയിട്ട് വരുന്നതിന്റെ 1 2 നമ്പർ കൊടുക്കണം, 2ന് അക്രോസ് ആയിട്ട് വരുന്ന ഗ്രൂപ്പുകൾക്ക് 1 2 കൊടുക്കണം. സെക്കൻഡ് റൂൾ പറയുന്നത് പ്രയോറിറ്റി കമ്പയർ ചെയ്യാം. ഓക്കെ, പ്രയോറിറ്റി 1 2 എന്നുള്ളത് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യേണ്ടത് C1ലെയും C2ലെയും കാർബണുകൾ തമ്മിലുള്ള പ്രയോറിറ്റി ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് സെയിം സൈഡിലാണെങ്കിൽ അത് സെഡും, ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ അത് ഇയുമാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഈ ഒരു റൂൾസിന് ഇതിൽ അപ്ലൈ ചെയ്യുമ്പം C1ൽ രണ്ട് ഗ്രൂപ്പുകൾ വരികയാണ്, ബ്രോമിൻ ആൻഡ് അയഡിൻ. അറ്റോമിക് നമ്പർ കൂടുതൽ അയഡിൻ ആണ്. അപ്പൊ അയഡിൻ ഞാൻ 1 എന്ന് കൊടുത്തു, ബ്രോമിന് 2 എന്ന് കൊടുത്തു. C2 ഫ്ലൂറിനും ക്ലോറിനും ഉണ്ട്. അപ്പൊ ഇതിന്റെ കേസിൽ ഫ്ലൂറിന് ഞാൻ എന്ത് ചെയ്യുവാണ്? ക്ലോറിനേക്കാളും അറ്റോമിക് നമ്പർ കൂടുതലായതുകൊണ്ട് ഫ്ലൂറിൻ 2ഉം ക്ലോറിൻ എന്തായാലും 1ഉം ആയിരിക്കും. 1 2 എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ റൂൾസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. അസൈൻ പ്രയോറിറ്റി നമ്പർ 1 to 2, 1 or 2 to groups around carbon atom. അപ്പം ഈ C1 എന്ന് പറയുന്ന കാർബണിൽ രണ്ടുപേർക്ക് നമ്മൾ പ്രയോറിറ്റി 1 2 എന്ന് പറഞ്ഞ കൊടുത്തു. C2ലുള്ള രണ്ട് ഗ്രൂപ്പുകൾക്കും അല്ലെ ആറ്റത്തിനും 1 2 എന്ന് പറഞ്ഞ പ്രയോറിറ്റി കൊടുത്തു. ഇതാണ് പ്രയോറിറ്റി നമ്പർ. പ്രയോറിറ്റി നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 1 2 എന്നുള്ളതാണ്. ഈ പ്രയോറിറ്റി നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? മാറിപ്പോകരുത്, അറ്റോമിക് നമ്പർ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഈസിയാണ് കണ്ടുപിടിക്കാൻ, വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
അറ്റോമിക് നമ്പർ കൂടിയ ആൾക്ക് പ്രയോറിറ്റി 1ഉം അറ്റോമിക് നമ്പർ കുറഞ്ഞ ആൾക്ക് 2ഉം കൊടുക്കും. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക, ഫസ്റ്റ് പ്രയോറിറ്റി നമ്പർ കൊടുക്കുക ഏറ്റവും കൂടുതൽ അറ്റോമിക് നമ്പർ ഉള്ള ആൾക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ പ്രയോറിറ്റി കമ്പയർ ചെയ്യുക. C1ലെയും C2ലെയും പ്രയോറിറ്റി നമ്പറുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ഏത് സൈഡിലാണ് നോക്കുക. അതായത് ഇവിടെയുള്ള 1ഉം ഇവിടെയുള്ള 1ഉം ഈ രണ്ട് സൈഡിലുള്ള 1ഉം ഒരേ സൈഡിലല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഹിയർ ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ സെയിം സൈഡ്. സെയിം സൈഡ് അല്ലെ? സെയിം സൈഡ് അല്ലേ? ഒരു 1 ഇവിടെ ഒരു 1 ഇവിടെ, സെയിം സൈഡ്. സെയിം സൈഡ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സെയിം സെഡ്. സെയിം സെഡ് എന്ന് ആലോചിക്കുക. അപ്പോൾ നൊട്ടേഷൻ വിൽ ബി സെഡ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ. അപ്പൊ മാറിപ്പോയിരിക്കാൻ സെയിം സെഡ്. സെയിം സെഡ് എന്ന് ആലോചിക്കുക. ഓക്കെ, മാറിപ്പോണ ചാൻസ് ഉണ്ട്. അതിനാണ് റൂൾസ്. റൂൾസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റൂൾസ് നമുക്ക് ആവശ്യമുണ്ട്. അടുത്ത നമുക്കൊരു എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഇതേപോലെ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാ കിട്ടാം. ഇപ്പൊ C1 C2. C1ലെ രണ്ട് ഗ്രൂപ്പുകൾക്ക് നമ്മൾ നമ്പർ കൊടുത്തോളൂ. അപ്പൊ ഇവിടെ എന്താണ്? ഗ്രൂപ്പാണ് വന്നത് അല്ലെ? OH എന്ന് പറയുന്ന ഗ്രൂപ്പാണ് വന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. സി എന്നുള്ള അറ്റാച്ച്മെന്റ് നോക്കിയാൽ മതി. സി എന്ന് എങ്ങോട്ടേക്ക് ബോണ്ട് പോകുന്നത്? ഓക്സിജനിലേക്ക്, ഇവിടെ ഹൈഡ്രജനിലേക്ക്. എന്നിട്ട് അതിൽ അറ്റോമിക് നമ്പർ കൂടുതൽ ആർക്കാണ്? ഒബ്വിയസ്ലി ഓക്സിജൻ ആണ്. അപ്പോൾ ഓക്സിജൻ ഹാവിംഗ് മോർ അറ്റോമിക് നമ്പർ ദാൻ ഹൈഡ്രജൻ. അപ്പോൾ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് പോയിരിക്കുന്ന ഓക്സിജനും ഹൈഡ്രജനെയും കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് 1 ഇവിടെ കൊടുക്കാം, 2 ഇവിടെ കൊടുക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് എഴുതുന്ന സമയത്ത് OH ഇങ്ങനെ തന്നെ എഴുതാൻ നോക്കുക കേട്ടോ. ഇനി ഇവിടെ ആണെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കാർബണിന് ഫസ്റ്റ് അറ്റാച്ച്മെന്റ് പോയിരിക്കുന്നത് സിയിലേക്ക്, ഇവിടെയും സിയിലേക്ക്. സെക്കൻഡ് അറ്റാച്ച്മെന്റ് ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി. ഫസ്റ്റ് അറ്റാച്ച്മെന്റ് സെയിം ആണെങ്കിലും സെക്കൻഡ് അറ്റാച്ച്മെന്റ് ഡിഫറെന്റ് ആണ്. ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഓക്സിജനുമാണ്. ഓക്സിജൻ ഹാവിംഗ് മോർ അറ്റോമിക് നമ്പർ ദാൻ ഹൈഡ്രജൻ. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി 1 ഇവിടെയാണ്, 2 ഇവിടെയാണ്. ഒരിക്കലും നിങ്ങൾ ആസിഡ് അല്ലേ അതുകൊണ്ട് ഇതിന് 1 കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊരു ആൽക്കിൽ ഗ്രൂപ്പ് അല്ല അതിന് 1, അങ്ങനെ ചെയ്യരുത് കേട്ടോ. ചെയ്യേണ്ടത് കമ്പയർ ചെയ്യുക. പ്രയോറിറ്റി കമ്പയർ ചെയ്യേണ്ടത് അറ്റാച്ച്മെന്റ് നോക്കിയിട്ടാണ്. സി ഫസ്റ്റ് അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ സെക്കൻഡ് അറ്റാച്ച്മെന്റ് ചെയ്തിരിക്കുന്ന ആളെ നോക്കുക. ഇത് ഒട്ടും മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ, ഒരാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ഇത് എന്ത് ചെയ്യണം? സൈഡിൽ ഇങ്ങനെ എഴുതി നോക്കുക. അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ടെ കുഴപ്പമില്ല കേട്ടോ. ഡൗട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. ഇങ്ങനെ എഴുതി നോക്കിയിട്ട് ഫസ്റ്റ് അറ്റാച്ച്മെന്റ് നോക്കുക. ഫസ്റ്റ് അറ്റാച്ച്മെന്റ് സി, ഫസ്റ്റ് അറ്റാച്ച്മെന്റ് സി, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ. അപ്പോൾ ഇവിടെയാണ് അറ്റോമിക് നമ്പർ കൂടുതൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ നൊട്ടേഷൻ എന്താണ്? നമ്മളിത് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ സെയിം സൈഡ് ആണ്, ഓപ്പോസിറ്റ് സൈഡ് ആണോ? നിങ്ങൾ നോക്കി എന്താണ് വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. then the notation will be E. മനസ്സിലായല്ലോ? ഡൗട്ടില്ലല്ലോ? അടുത്ത എക്സാമ്പിൾ ചെയ്യട്ടെ. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അത് ഞാൻ ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾ വീഡിയോയിലേക്ക് വരും കേട്ടോ. ഞാനിവിടെ ചെയ്യാണ്. C1 C2 എടുക്കുക. ഞാൻ ഈ നമ്പർ എന്തിനാണ് C1 C2 എന്ന്? ഇത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇത് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ C1ൽ ആൾക്കാർ ആദ്യം നോക്കാം. എങ്ങനെയാണ് C1ൽ ഫസ്റ്റ് അറ്റാച്ച്മെന്റ്? ഈ കാർബണിന്റെ ബോണ്ട് പോയിരിക്കുന്നത് Hലേക്ക്, ഇവിടെ സിയിലേക്ക്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പിനാണ് ഹൈഡ്രജനേക്കാളും പ്രയോറിറ്റി കൂടുതൽ. ബിക്കോസ് സിക്കാണ് മോർ അറ്റോമിക് നമ്പർ. ഓക്കെ, ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സി, ഇവിടെ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ. സോ 1 2. ഇവിടെ ആണെങ്കിൽ 2 കാണുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. എന്നാൽ നമ്മളിത് സോൾവ് ചെയ്യണം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ. ഇവിടെ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് പോയിരിക്കുന്ന സി, ഇവിടെ സി. സെക്കൻഡ് ഹൈഡ്രജൻ, ഇവിടെയും ഹൈഡ്രജൻ. തേർഡ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഫോർത്ത് കാർബൺ, ഇവിടെ വീണ്ടും ഹൈഡ്രജൻ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യുക? സൈഡിൽ നിങ്ങൾ എക്സാമിനൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ വേഗം സൈഡിൽ എന്ത് എഴുതുക? ഇതങ്ങ് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതി കൊടുക്കുക. ഇതാണ് ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള് CH3. ഇങ്ങനെ അങ്ങ് എഴുതി കൊടുക്കുക. ബാക്കി എഴുതണം എന്നില്ല കേട്ടോ. അതായത് നിങ്ങൾ സോൾവ് ചെയ്യുക. ഇത് C1, ഇത് C2. അത് നിങ്ങൾ വെട്ടി നോക്കിയാൽ മതി. ഇതിവിടെ ഫസ്റ്റ് അറ്റാച്ച്മെന്റ് കാർബണിലേക്കാണ് ബോണ്ട്. അപ്പം ഇവിടെ കാർബൺ, ഇവിടെയും കാർബൺ പോയി. രണ്ടാമത്തേത് ഹൈഡ്രജൻ, ഹൈഡ്രജൻ പോയി. മൂന്നാമത്തെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ പോയി. നാലാമത്തേത് വീണ്ടും ഹൈഡ്രജൻ, സോറി കാർബൺ, കാർബൺ ആണ്. ഇവിടെ ആരാണ്? വീണ്ടും ഹൈഡ്രജൻ തന്നെ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ
ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്, നാലാമത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ. ഇവിടെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ കാർബൺ. അപ്പൊ എന്തിനാണ് പ്രയോറിറ്റി കൂടുതൽ? CH2 CH3 ഹാവിങ് മോർ പ്രയോറിറ്റി ദാൻ CH3. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇത് നമുക്ക് 1 2 കൊടുത്തൂടെ? പറഞ്ഞ ഡൗട്ട് ഇല്ലല്ലോ. ഇതിങ്ങനെ എഴുതി നോക്കിയാൽ മനസ്സിലാവും. 1 2. ഇനി നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാ. ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ എവിടെയാണോ നോക്കിക്കോ. സെയിം ആണോ ഓപ്പോസിറ്റ് ആണോ? ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു ദ നൊട്ടേഷൻ വിൽ ബി ഇ. ഇത് ഓർക്കാൻ എന്താ വഴിയുള്ളത്? സെഡ് സെയിം. കാരണം ഇത് ഇയും സെഡും മാറിപ്പോവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിന് IUPAC നെയും കൂടെ ഒന്ന് കണ്ടുപിടിച്ചാലോ? നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചില്ലേ, നമുക്ക് IUPAC നെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. IUPAC നെയും കണ്ടുപിടിക്കാൻ വേണ്ടി ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക അല്ലെ? ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് ഞാൻ പറയുന്നു. ഇനി ഇതും വേണമെങ്കിൽ ആവാം, പക്ഷെ ഇത് ലോങ്സ്റ്റ് അല്ല. എണ്ണി നോക്കാം. 1 2 3 4 5 കിട്ടുന്നു ഈ ഒരു പാത്തിലൂടെ പോകുമ്പോൾ. 1 2 3 4 കിട്ടുന്നുള്ളൂ ഈ ഒരു പാത്തിൽ. അപ്പൊ അതല്ലല്ലോ, വേറെ ഇങ്ങോട്ടേക്കൊന്നും പോകാനാവില്ല. അപ്പൊ ഇതാണ് ലോങ്സ്റ്റ് ചെയിൻ. ഇവിടെ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ ആ കോമ്പൗണ്ടോട് എഴുതാം. ഇങ്ങനെ തന്നെ എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. ഇതിന് മാറ്റി എഴുതാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് എഴുതാണ്ട് ഇങ്ങനെ തന്നെ എഴുതിയാൽ നമുക്കത് കിട്ടും. നമ്മൾ ആ രീതി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 1 2 3 4 5 ആ നമ്പറിങ് കൺഫ്യൂസ് ആവാതിരിക്കാനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലോങ്സ്റ്റ് ചെയിൻ. ഇതിന്റെ പേര് നിങ്ങൾക്ക് കണ്ടുപിടിച്ചുകൂടെ? നിങ്ങൾക്ക് പറയാമോ എന്താണ് പേര് വരുന്നത്? പറഞ്ഞോളൂ, എന്താ വരിക? 3 methyl pent അല്ലെ? 2 ഡബിൾ ബോണ്ട് 2 2 പെൻഡി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ ഇതാണ് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന IUPAC നെയും ഇങ്ങനെ ഭയങ്കര ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ്. നമുക്ക് ഇതിന്റെ നൊട്ടേഷൻ കൊടുക്കാം. ഐ മീൻ കോൺഫിഗറേഷൻ എന്താണ്? ഇ ആണ്. ഇ ഇങ്ങനെ എഴുതുക, ബ്രാക്കറ്റ് കൊടുക്കുക, ഒരു ഹൈഫൺ കൊടുക്കുക. ഇതാണ് ഇതിന്റെ IUPAC നെയിം. ഇ 3 methyl pent 2 ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങൾക്ക് നോക്കിയേ, കറക്റ്റ് അല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ EZ നൊട്ടേഷൻ്റെത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം എക്സാമ്പിൾസ് കിട്ടുന്ന ഒക്കെ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് നെറ്റിന്റെ എക്സാം ആണെങ്കിൽ എല്ലാ എക്സാമിനും മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ എല്ലാ റൂൾസും കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.